ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിക്കാലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ തട്ടുകട സ്റ്റൈലുള്ള ഒരു കോഴിക്കാൽ. അപ്പോൾ ഇത് ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടൊന്നുമല്ല, നമ്മുടെ കപ്പ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ വരുന്ന ഒരു കപ്പയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തടിയുള്ള ടൈപ്പ് കപ്പയായിരിക്കും നമുക്ക് കുറച്ചുകൂടി നല്ലത്. ഇനി ഇതിനെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിലിട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റോളം ഈ കപ്പയുടെ പീസൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്. നന്നായിട്ട് തണുത്ത് വരട്ടെ. എന്നിട്ട് ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം തണുത്തതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു തിക്നെസ്സിലും ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്താൽ ഇത് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ ഈ തിളപ്പിക്കുന്നത് കൊണ്ട് ഇത് അത്രക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഇല്ല നമ്മളിത് മിക്സ് ചെയ്യുന്ന ടൈമിലൊന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്യാനും എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് 2 എടുത്തത്. അപ്പോൾ നല്ല എരിവ് വേണ്ടവരാണെങ്കിൽ ഒരു 4-5 പച്ചമുളകൊക്കെ എടുക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് വലിയൊരു സ്പൂണിൽ ഞാൻ 4 ടേബിൾ സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് മൈദമാവ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിലരിത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യാറ്, അതായത് കടലമാവിൻ്റെ കൂടെ അരിപ്പൊടിയാണ് ചെയ്യാറ്. ഞാൻ മൈദമാവാണ് യൂസ് ചെയ്യാറ്. ഇനി ഇതിലേക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 സ്പൂണോളം മുളക് പൊടി. അപ്പോൾ കുറച്ച് കളറ് കിട്ടാൻ വേണ്ടി 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ കറിവേപ്പില കൂടി കുറച്ച് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലൊക്കെ നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു ബാറ്റർ പോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോയാലും നമ്മൾ പിന്നെയും അതിൽ കടലമാവൊക്കെ ഇട്ട് അപ്പോൾ അതിൻ്റെ മാവ് കൂടുതലും നമ്മുടെ കിഴങ്ങ് കുറവും ആ ഒരു രീതിക്കാണ് വരിക. അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കരുത്. ഞാനിപ്പോൾ കാണിക്കുന്നത് ആ ഒരു തിക്നെസ്സിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൽ നന്നായിട്ട് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഇതിൽ കുറച്ചുകൂടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത്ര വെളുത്തുള്ളി ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് കൂടിയിട്ടുള്ള അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് മുറിച്ചിട്ട് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടിരിക്കുന്ന ഈ ഒരു കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കപ്പ ചേർക്കുന്ന ടൈമിൽ ഇത് പൊട്ടിപ്പോവാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് വേവിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോയില്ല. അപ്പോൾ നമുക്ക് ആ ചൂടാക്കാതെ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്യാം. പക്ഷെ ഭയങ്കര ക്രിസ്പി ആയിരിക്കും. നമ്മളത് തണുത്ത് കഴിയുമ്പോഴൊക്കെ ഭയങ്കര ഹാർഡായിട്ടായിരിക്കും ഇരിക്കുക. ഇതാകുമ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിലൊന്നും പൊട്ടിപ്പോവാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ല, ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ ബൈൻഡായിട്ട് വരണം. ഈ ഒരു ഷേപ്പിൽ കിട്ടണം കോഴിക്കാലെന്ന് വെച്ചാൽ. അപ്പോൾ അതിങ്ങനെ ഇനി ഇതൊരു 1/2 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ 1/2 മണിക്കൂർ വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. ഇനി കുറച്ചുകൂടി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചിട്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന്
ഫ്രൈ ആയതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുക. ഉള്ളിൽ നല്ല സോഫ്റ്റ് അല്ല, അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ചൂടോടെ കൂടി കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കോഴിയില്ലാത്ത കോഴിക്കാൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.